എന്നാ തുടങ്ങല്ലേ? ഉപ്പാ മോൻ പേടിക്കണ്ട, എനിക്ക് സഹായത്തിന് മയ്യത്തായ വല്യങ്ങളുണ്ട്. ഉപ്പാ തീർച്ചയായോ പോവണേ. ഇത് ഞാൻ തിന്നാൻ പോവാ. ഒന്ന് എനിക്ക് കൊടുത്തോ. ഞൊട്ടണം. എന്നോട് ഇതിന് പോകണേന്ന് പറഞ്ഞേ. തിന്നോ. ഒരുപാട് കാറ്റടിച്ചോ? ഒരുപാട് മാങ്ങയും വീണു. നീ എന്തിനാ ചിരിക്കുന്നേ? അന്നെ കണ്ടിട്ട്. എന്നെ കണ്ടിട്ടോ? ഇപ്പൊ വേദനിക്കുന്നുണ്ടോ? പള്ളിയിൽ പോകുന്ന ദിവസങ്ങൾ എത്തിയാ മതിയെന്നോ? നിനക്കറിയോ എന്നാന്ന്? ഒന്നും പറയുന്ന കേട്ടില്ല. പാപ്പി ചാച്ചിയോട് ചോദിച്ചോക്ക്. പിന്നെ വരാം. എണീക്കരുത് പറഞ്ഞല്ലേ, എന്നിട്ടെന്താ മോൻ കേക്കാത്ത? സാരല്ലേ, വെറുതെ കിടന്നു. എണീറ്റ് ഓടി നടന്നാൽ മുറി ഉണങ്ങാൻ ഇനി സമയമെടുക്കും. പുതിയ തുണിയും കുപ്പായിട്ട് പള്ളിയിൽ പോണ്ടേ? ഈ കടലന്തിര പിന്നെയും ബയോട്ട് പോണേ? അത് നമ്മുടെ ഐശാനെ നോക്കി പോകുന്നതല്ലേ. അതാരോപ്പാ? ഐശേനെ അറിയില്ല? ബി കുട്ടിക്കും അറിയില്ല ഐശനെ? എന്നാ ബാ പറഞ്ഞുതരാ. ഓള് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിയല്ലേ, പാവം. ഓക്കൊരു ദിവസം ഒരു ദുർബുദ്ധി തോന്നി. എന്താന്നോ, കടാപ്പുറത്ത് പോയി നിലാവ് കാണണമെന്ന്. ഓളൊരു രസമില്ലാത്തിരി പൊരേന്നിറങ്ങി കടാപ്പുറത്ത് നിലാവ് കാണാൻ പോയി. ഓടെ കഷ്ടകാലത്തിന് ആ ബൈ കുറേ പരന്തരീസ് പട്ടാളക്കാർ വന്ന്. പെണ്ണുങ്ങളെ കണ്ടാ പട്ടാളക്കാർ വിടുവോ? ഓരോളെ പിടിച്ചോണ്ടുപോയി. പട്ടാളക്കാരൻ നിന്നെ പിടിച്ചോണ്ടായോ? വെച്ചു വിളമ്പാനും തുണി അരച്ചു കൊടുക്കാനൊക്കെ പട്ടാളക്കാർക്ക് ഈടാരാ ഉള്ളത്? ഒരു കടലിനക്കരയെന്ന് വന്നവരല്ലേ. എന്നിട്ടെന്താ? ഓളോര് പറയുന്ന കേട്ടില്ല. പറഞ്ഞാ കേൾക്കാത്തവരെ ഓരെന്താ വെറുതെ വെച്ചേക്കുന്നു. ഓളെ കൊന്ന് കടലിലിട്ടു. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് സങ്കടം വന്നില്ലേ? അതുപോലെ കടലിൻ്റെ കാര്യം അതിനും സങ്കടമായി. പട്ടാളക്കാർ കടലിലേക്ക് എറിഞ്ഞ ഐശേനെ കൂട്ടിക്കൊണ്ട് വരാനാ കടലിങ്ങനെ വന്നോണ്ടും പോയോണ്ടും ഇരിക്കുന്നത്. ഓള് ജിന്നായി നടക്കുകയല്ലേ. നിലാവുള്ള രാത്രിയിലെ അവള് പുറത്തിറങ്ങുക. ഈ കുട്ടി നിലാവുള്ളപ്പം മുറ്റത്തിറങ്ങുക. കണ്ടോ നിലാവിനുള്ളിലൊരു കല? നോണ. ഇനി സൂക്ഷിച്ചു നോക്ക്. ആ കണ്ട്. അതെന്താന്നറിയോ എനക്ക്? അതാ ചന്ദ്രന്റെ കൽബിലെ കര. അറിയോ, ചന്ദ്രൻ വലിയ സങ്കടക്കാരനാ. മതി നിന്റെ ബയള്, വേഗം വന്ന് ഉറങ്ങാൻ നോക്ക്. അല്ല, ഇതെന്ത് കഥ? വരുമെന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ, അല്ലെ തന്നെ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ശരി, വേർപ്പെന്ന് പറയട്ടെ. ഞാനൊരു ചായ കുടിക്കാൻ പോയി. നമ്മൾ താമസിച്ചേ
ഇല്ലേ ഒരുമിച്ച് പോകായിരുന്നു. ഈ കുട്ടികളെ ഈ സ്കൂളിൽ ചേർക്കണം, അതിനാ ഞാൻ പറഞ്ഞു. വേണ്ട എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അതിനെന്താ, പേരും ജനനത്തീയതിയും പറഞ്ഞാൽ മതി, രജിസ്റ്ററിൽ എഴുതി ചേർത്തോളാം. ആ രജിസ്റ്ററും എടുക്കും. പേരെന്താ എഴുതണ്ടേ? AP കുഞ്ഞാലി. ജനനത്തീയതി 1974 ജനുവരി 26. തീയതി മറക്കൂല, റിപ്പബ്ലിക് ഡേ അല്ലേ. അല്ലെങ്കിലും മറക്കാൻ വിഷമ. ഇനി അടുത്ത ആളുടെ പേര് എഴുതിക്കോ. AP പൂക്കുഞ്ഞി ബീവി. ജനനത്തീയതി മുമ്പ് പറഞ്ഞ തന്നെ. ഇരട്ട പറ്റതാ. മാഷിന് ഇക്കാര്യൊന്നും അറിയില്ലേ? ഇതാ അടിമ കിടന്ന പെണ്ണിന്റെ കുട്ടിയല്ലേ? ഓളെപ്പോഴേ പോയി. ഓനെ തങ്ങൾ മതമാരിച്ച ശരിയായില്ലെന്ന് ഒരു കൂട്ടർ ഇപ്പോഴും പറയുന്നുണ്ട്. കുറ്റം പറയുന്നവരെയൊന്നും ഞാനവിടെ ഇപ്പം കണ്ടില്ല. ഓന് മുല കൊടുക്കാൻ ഒരുത്തിയെയും ആടെ ഞാൻ കണ്ടുമില്ല. ഹിന്ദുവായിട്ട് എനിക്ക് ഓനെ ഇറക്കൽ വളർത്താൻ ഒക്കുവോ? എൻ്റെ ബീവി ഓന് മുല കൊടുക്കുവോ? ഓളോട് എനിക്കൊരു സമാധാനം പറയണ്ടേ? ചിലരൊക്കെ ഇവിടെ പറഞ്ഞു നടക്കുന്ന കാര്യം പറഞ്ഞേ ഉള്ളൂ. പറയുന്നവർക്ക് എന്താ? ഇപ്പോൾ അവനൊരു ബാപ്പയുണ്ട്. എൻ്റെ കാലം കഴിഞ്ഞ അറക്കലെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടത് ഓനാ. രക്ഷകർത്താവിന്റെ പേര് രണ്ടാൾക്കും ഒന്ന് തന്നെ മതിയല്ലോ. എൻ്റെ പേര് മതി രണ്ടാക്കും. ഇനിയൊക്കെ ഞാൻ എഴുതിക്കോളാം, തങ്ങൾ ഇരിക്കണമെന്നില്ല. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ഇവരുടെ പേരിലൊരു ശ്രദ്ധ വേണം. ഓ, വെറുതെ സമയം മെനക്കെടുത്താനല്ല ഞാനിവരെ മാഷ ഏൽപ്പിക്കുന്നു. ആയിക്കോട്ടെ. മതി. ഇതും കൂടി വേണ്ട. പോയി വാ കഴുകി പാത്തിയിട്ട് വാ, എന്നിട്ട് കിടന്നോ. രാവിലെ സ്കൂളിൽ പോണ്ടേ? പേടി പെണ്ണു. ഉപ്പ പറഞ്ഞു നിലാവത്തിറങ്ങിയ ബീക്കുട്ടി ജിന്ന് പിടിക്കുമെന്ന്. മോന് ബീക്കുട്ടി ഇഷ്ടാണോ? പെരുത്തിഷ്ടാ. ഉപ്പ പേടിപ്പിക്കാൻ പറഞ്ഞല്ലേ. ബീക്കുട്ടി ആരും പിടിക്കൂല. ഓനിപ്പോ ഉറങ്ങിക്കോ. അല്ലാ.